അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. ഈ വർഷവും താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റിവെക്കാൻ ARL ബസ് ഉടമകൾ മറന്നില്ല. അരക്കുപറമ്പ് കുറ്റിപ്പുളി സ്വദേശി നടക്കളത്തിൽ ഷാഫിയാണ് ഈ മാതൃകാ ബസ് ഉടമ. വെട്ടത്തൂർ പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന ARL ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ എല്ലാ വർഷവും താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി നീക്കിവെക്കാറുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ബുധനാഴ്ചത്തെ മുഴുവൻ കളക്ഷനും പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് നൽകി. ഇത് 4ാം തവണയാണ് നടക്കളത്തിൽ ഷാഫി ഈ മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമെത്തിക്കാനുള്ള കഴിയാവുന്ന സഹായമാണ് തങ്ങൾ ചെയ്യുന്നത്. ബസ് ഉള്ളിടത്തോളം കാലം ഇത് തുടരുമെന്ന് ഷാഫിയുടെ പിതാവ് അബ്ദുൽ ഖാദർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ 4 വർഷമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും ഞങ്ങൾ ഈ ബസ് ഉള്ളിടത്തോളം കാലം ഇത് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 33,357 രൂപയാണ് കളക്ഷൻ ലഭിച്ചത്. തുക മുഴുവനായി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കൈമാറി. ഓരോ വർഷവും ഇവർ നൽകുന്ന സഹായം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വലിയൊരു താങ്ങാണെന്ന് പ്രസിഡന്റ് OK രാജൻ പറഞ്ഞു. ഓടി കിട്ടുന്ന ഒരു 30,000 രൂപ എല്ലാ വർഷവും ഒരു ദിവസത്തെ കളക്ഷൻ നമ്മുടെ പാലിയേറ്റീവിന് തരുന്നുണ്ട്. ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം, ഈ പാലിയേറ്റീവിൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായം തന്നെയാണത്. ഈ കിടപ്പിലായ രോഗികൾ, അവരുടെ കുടുംബവും അവരും തനിച്ചല്ല, സമൂഹം മൊത്തം അതിന് ബാധിതപ്പെട്ടവരാണ് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഷാഫി ഇതിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത്. വർഷം തോറും നടത്തുന്ന പ്രവൃത്തിക്ക് ഓരോ യാത്രക്കാരും വലിയ പിന്തുണ നൽകാറുണ്ടെന്ന് ബസ് ജീവനക്കാരനായ ആബിദ് മുതുക്കുംപുറം പറഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയും യാത്രക്കാർ ഞങ്ങളോട് പരമാവധി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 24 മണിക്കൂർ സേവനമുള്ള സൊസൈറ്റിക്ക് കീഴിൽ 278 കിടപ്പ് രോഗികളും 41 മാനസിക രോഗികളുമുണ്ട്. 4 നഴ്സുമാരുടെയും 2 ഡോക്ടർമാരുടെയും സേവനം കൂടാതെ സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും സേവനവുമുണ്ട്. 7 വർഷം മുന്നെയാണ് താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് രൂപം നൽകിയത്.